നമ്മൾ കുറച്ച് ലേറ്റ് ആയോ? ഇന്ന് ഒക്ടോബർ 29. മെസ്സി വരും പറഞ്ഞിട്ട് വന്നില്ല. ഓല് പറ്റിച്ച് നമ്മളെ വരും പറഞ്ഞിട്ട്. ആര് മെസ്സിയാണ് പറ്റിച്ചത് അല്ലെങ്കിൽ സർക്കാർ പറ്റിച്ച്? മെസ്സി വരാറായോ? ഇപ്പൊ വരാൻ വേണ്ടി പോയിരിക്കുക. മെസ്സി വരുവോ? ഇപ്പൊ വരുമല്ലോ, അപ്പൊ ചോദിക്കാം. അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ട്, തുടങ്ങാം. ഇതല്ല, ഞാൻ ഇനി കളി വേണ്ടെന്ന് വെച്ചാൽ മെസ്സിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരും. കേരളത്തിനൊരു സ്പോൺസർ. വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്. ആരാണത്? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. അർജന്റീനയിൽ നിന്ന് മെസ്സിയെ കൊണ്ടുവരാൻ സഖാവേന്ന് പറഞ്ഞ് ഇപ്പൊ കയറി വന്നതാണ്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഒരു വർഷം കഴിഞ്ഞു പോകാൻ നമ്മൾ എന്തൊക്കെ കടന്നു പോകണല്ലേ. വെള്ളപ്പൊക്കം, പ്രളയം, പരമസുന്ദരി, ദേ ഇപ്പൊ ഇത്. ആരാണ് സ്പോൺസർ? ക്ലൂ വേണോ? മാംഗോ, മുട്ടിൽ, മെസ്സി, മുതലാളി. പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. പുതിയ മെസ്സി കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശ. മെസ്സി വരില്ല. മെസ്സിയെ പിടിക്കാൻ അർജന്റീനയ്ക്ക് പോയി ചെലവ് 13 ലക്ഷം. മാച്ച് ഫീ എത്ര കോടി രൂപ, എത്ര മില്യൺ ഡോളറാണ്. അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങിയിട്ട് നമുക്ക് പറയാലോ. ശരി, മെസ്സിയെ കൊണ്ടുവരാൻ വാരി എറിഞ്ഞത് 130 കോടി. 130 അല്ല, അത് കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നേ. അത് ആദ്യത്തെ ഗഡുവാണ് 130 കൊടുത്തത്. അതിനൊക്കെ കൂടുതൽ കൊടുത്തു. മെസ്സിക്ക് ഓടിക്കളിക്കാൻ ഇവിടുത്തെ ഗ്രൗണ്ട് പോരാന്ന് പറഞ്ഞു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ എറിഞ്ഞത് 70 കോടി. നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. ഇതിനൊക്കെ ഒരു പേപ്പറെങ്കിലും ഉണ്ടോന്ന് പൊതുജനം ചോദിക്കുമ്പോൾ മുതലാളി മന്ത്രിക്ക് പാസ് കൊടുക്കുന്നു, മന്ത്രി സ്പോൺസർക്ക് പാസ് കൊടുക്കുന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. ഇതൊക്കെ ഒരു സേവനമാണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് ആർക്കും ഇല്ലാതെ പോയി. അപ്പൊ ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ്. 70 കോടിയൊക്കെ ഇത്ര വലിയ സംഭവമാണോ? അത് നിങ്ങൾക്ക്, മുതലാളിക്ക് അങ്ങനല്ല. എല്ലാം കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ചെയ്തത് ഫുള്ളൊരു സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. ചെയ്തത് ഫുള്ളൊരു സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. മെസ്സി വരുന്നു, നിങ്ങളെ നോക്കി ടാറ്റ കാണിക്കുന്നു, നിങ്ങൾ കൈയടിക്കുന്നു, ഫിഷ് നിർമ്മാണം കഴിച്ച് മെസ്സി തിരിച്ചു പോകുന്നു. അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ശുദ്ധം, വ്യക്തം. ഇനി ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കിൽ ഇല്ല. ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീന വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. ഈ വിൻഡോ വഴി മെസ്സി വന്നില്ല. ആർക്ക് പോയി? മെസ്സിക്ക് പോയി. ഇതൊന്നും കലൂരിൽ കാണാനുള്ള യോഗം മെസ്സിക്ക് ഇല്ലെന്ന് വിചാരിക്കണം. റൊസാരിയോ തെരുവിലെ മുത്തശ്ശിക്ക് പറയാൻ ഒരു നഷ്ടത്തിന്റെ കഥ കൂടി ഇരിക്കട്ടെ. പിന്നെ ദാ കിടക്കുന്ന ഒരു സ്റ്റേഡിയം, അത് വേറൊരു ചാരിറ്റി. പൊടി പിടിച്ച് പുല്ലും കയറി കിടന്ന ഒരു സ്റ്റേഡിയം നന്നാക്കാൻ ഇറങ്ങി. ആവശ്യമില്ലാത്ത തണല് വേണ്ടല്ലോ എന്ന് കരുതി അവിടെ ഇവിടെ നിന്ന് കുറച്ച് മരം അങ്ങ് മുറിച്ച്. ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ്. എവിടെ മരം കണ്ടാലും വെട്ടുന്നതാണ്. ഇപ്പൊ സ്റ്റേഡിയത്തിനകത്ത് മരങ്ങൾ മുഴുവൻ വെട്ടിയിട്ടുണ്ട്. അപ്പൊ മരം വെട്ട ഒരു തൊഴിലാക്കിയ ഒരാളാണ്. എന്താന്നറിയില്ല, എവിടെങ്കിലും മരം കണ്ട എന്തോ ഒരു അസ്വസ്ഥതകേടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ കിട്ടും. നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. ഇനി അർജന്റീന വേണ്ട, ആരും വേണ്ട. മെസ്സി ഒറ്റയ്ക്ക് കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ. മുതലാളി വിളിച്ചാ മെസ്സി ഒറ്റയ്ക്ക് വരും. ഒറ്റയ്ക്ക് വരുന്ന മെസ്സിയെ കാണാനുള്ള ടിക്കറ്റിന്റെ പൈസ എത്ര എന്ന് വഴിയെ പറയും. ഇത്രയ്ക്ക് അകമഴി സഹായിക്കാൻ നിങ്ങളും സർക്കാരും തമ്മിൽ എന്താണ് ഇടപാടെന്ന് ആർക്കേലും അറിയോ? അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ ഇത് നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. രാഷ്ട്രീയം ഇല്ലാതൊരു മനുഷ്യനാണിത്. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതിനെപ്പറ്റി മന്ത്രിയോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ നിക്ക് മന്ത്രി, ചോദിക്കട്ടെ. നിക്കുന്നേ. ഇതിന്റെ ഇടയ്ക്ക് ഇവരൊക്കെ ഇത് എവിടുന്ന് വരുന്നു? കരാർ എവിടെ? രേഖ എവിടെ? ഈ പൈസ ഒക്കെ എവിടുന്ന? ചോദ്യങ്ങൾ നിരവധി, ഉത്തരം ഒന്ന് മാത്രം: മെസ്സി വരും. ഇനി അടുത്ത വിൻഡോയിൽ എങ്ങാനും മെസ്സി വന്നാൽ ഈ വീഡിയോ ആണെന്ന് പറഞ്ഞേക്കണം. ബൈ.